മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിലെത്രയും സ്നേഹമുള്ളവർ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടെ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രഭാത വിരുന്നിലൂടെ ഗുഡ്നസ് TV-യിലൂടെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ശുശ്രൂഷയിലൂടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സഹായം നമുക്ക് അപേക്ഷിക്കാം. കാരണം അമ്മയാണ് യേശുവിനെ നമ്മുടെ മുൻപിൽ, അതായത് വചനത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അമ്മയോളം വചനത്തെ അറിയാൻ നമുക്കൊരു പക്ഷെ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധമ്മയോട് സഹായം അപേക്ഷിക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടി കാര്യമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടി സഹായം നമുക്ക് അപേക്ഷിക്കും. കാരണം വചനം കൂടുതൽ കാര്യത്തിൽ ഗ്രഹിക്കുവാനുള്ള ശക്തി നമുക്ക് ഈശോ തരട്ടെ എന്ന പ്രാർത്ഥനയോട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ നമ്മളിന്ന് വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവിനെ നിഷേധിച്ച്, അതായത് ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ചിട്ടും വിശ്വാസമില്ലാതെ ജീവിക്കുന്നവരല്ല, നിഷേധിച്ച് ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സമർപ്പിക്കാം. അതാണ് നിയോഗം. നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സമർപ്പിക്കാം. അങ്ങനെ ആരെങ്കിലും ഇല്ലെങ്കിൽ നമ്മളെ തന്നെ വിശ്വാസത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തി വളരാൻ കഴിയട്ടെ എന്നുള്ള നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ്. നമ്മൾ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും ഉദാരൻ. സ്നേഹത്തിലും വിശ്വസ്തതയിലും അവൻ ഉദാരൻ എന്നുള്ളൊരു വചനം വളരെ ശക്തം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ വചനം തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം, ഇതിനോട് ചേർന്നുള്ളൊരു ചിന്ത കുറേ നാളായിട്ട് ഈ ചില പള്ളികളിലൊക്കെ പോകുന്നത് കൊണ്ട് പലരും ഇങ്ങനെ അപേക്ഷാ കത്തുകൾ, പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിക്കുന്നത് കൊണ്ട് ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ്. പലയിടത്തും വ്യക്തിപരമായിട്ട് ഞാൻ പറയാറുണ്ട്, ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിങ്ങനെയാണ്: ദൈവം എനിക്ക് ആരാണ്? വളരെ വളരെ വൈഡായിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് ദൈവം ആരാണ്? അതായത് ഫോർ മീ ഹു ഈസ് ഗോഡ്, എനിക്ക് ദൈവം ആരാണ്? അത് വളരെ വൈഡാണ്.
അത് തെറ്റിദ്ധാരണക്കും വളരെ ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് ഇത് കാരണമാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു ചെറിയ തോതിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം എനിക്ക് ആരാണ്? യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്താ പറയുന്നത്? യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരെന്താ പറയുന്നത്? അവസാനം യേശു ചോദിച്ചു, എന്നെക്കുറിച്ച് നിങ്ങളെന്താ പറയുന്നത്? അല്ലേ? അവിടെ ചാടിക്കേറി പത്രോസ് അപ്പോസ്തലൻ പറയുകയുണ്ടായല്ലോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, യേശുവാണ്. പഴയ നിയമ പുസ്തകങ്ങളിലെ പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവതരിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് നീ. അപ്പോഴേക്കും ഇത് വളരെ വളരെ വൈഡെന്ന് പറഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ള, ആരാണ് ദൈവം എനിക്ക്? ചിലവർ എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, രക്ഷകനാണ്, അല്ലെങ്കിൽ ഇമ്മാനുവലാണ്, അല്ലേ, ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്നവനാണ്. എൻ്റെ ഒന്നും ഒരു ഈടൊക്കെ കേട്ടില്ലേ, എൻ്റെ ചങ്കാണ് ക്രിസ്തു, അല്ലേ, എൻ്റെ ചങ്കാണ് ക്രിസ്തു, എൻ്റെ ഫ്രണ്ടാണ് ക്രിസ്തു. അപ്പം നമുക്ക് പലർക്കും പല ഉത്തരങ്ങളുണ്ടാവും, ആരാണ് എനിക്ക് യേശു? അതിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട്. അത് വിശ്വാസത്തിന് തലത്തിലൊരു അപകടകരമായിട്ടുള്ളൊരു ഉപയോഗമാണ് അത്ഭുത പ്രവർത്തകനായ കർത്താവ്. അത് കുറേ തെറ്റിദ്ധാരണകളും അതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിലില്ലാത്ത പലർക്കും ഒരു പ്രകോപനപരമായിട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള കാരണവുമാണ് ഈ കർത്താവ് തമ്പുരാൻ എങ്ങനെ അത്ഭുത പ്രവർത്തകനാകുന്നത്. ഞാൻ പഠനങ്ങൾക്കൊന്നും എതിരെ സംസാരിക്കുന്നതല്ല. ചിലരുടെ തെറ്റായ വിശ്വാസത്തിനെതിരെ പറയുക, കർത്താവിനെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രം നമുക്ക് കാണാൻ പാടില്ല. ദൈവം ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പല ഉത്തരങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിൽ ഈ ഒരു ഉത്തരം ഉണ്ടാകാൻ പാടില്ല, കർത്താവ് ഒരു അത്ഭുതം, ഒരു മജീഷ്യനാണ്. ഒരു മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പൂവെടുത്തിട്ട് മജീഷ്യൻ ഒരു പൂമാലയാക്കി മാറ്റും. സാധ്യത പറഞ്ഞേ, നമ്മുടെ അതുകൊണ്ടാണ് കണ്ണുകെട്ടി വിദ്യ, നമ്മുടെ കണ്ണ് കെട്ടിക്കൊണ്ടാണ് അവർ വിദ്യ കാണിക്കുന്നത്, അല്ലേ, മജീഷ്യൻ. അല്ലെങ്കിൽ ഒരു തൂവല് മതി, ആ തൂവല് കൊണ്ട് അവൻ ആ മജീഷ്യൻ ഒരു കിളിയെ ഉണ്ടാക്കിയെടുക്കും, പറക്കുന്നൊരു കിളി. അല്ലെങ്കിൽ ഒരു വെള്ള തുവാല ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ആ വെള്ള തുവാല ഒരു വെള്ള പ്രാവായിട്ട് മാറ്റും. മജീഷ്യനാണ്, അത്ഭുതം. നമ്മുടെ കണ്ണ് കെട്ടിക്കൊണ്ട് അത്ഭുതം അങ്ങോട്ട് പ്രവർത്തിച്ച് കളയും. അപ്പോൾ ദൈവം തമ്പുരാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിൽ ചിലർക്കുള്ള ഒരു തെറ്റായിട്ടുള്ളൊരു ഉത്തരമാണ്, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം സക്രാരിയിലിരിക്കുന്ന ഒരാളാണ് ദൈവം. തെറ്റാണെന്ന് പറഞ്ഞാൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവനല്ല. നിങ്ങളുടെ നിയോഗങ്ങൾ കേട്ടിട്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ കേട്ടിട്ട് ആ ആവശ്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി മാത്രം അൾത്താരയിൽ കയറി സക്രാരിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ. ചിലരുടെയൊക്കെ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴേക്കും അപേക്ഷാ കത്തുകൾ കാണുമ്പോഴേക്കും നമുക്ക് തോന്നിപ്പോകുന്നൊരു കാര്യമാണ്, ഈ പുള്ളിക്കാരൻ ഇവിടെ ഒരു കടയിട്ടിരിക്കണേണ്, ചോദിക്കണം അതൊക്കെ എടുത്തു കൊടുക്കാൻ. അവരുടെ അപേക്ഷയെ ആക്ഷേപിക്കുന്നതല്ല ഇവിടെ, പക്ഷെ അപേക്ഷാ കത്തുകളിലുള്ള ചില തെറ്റുകൾ എന്ന് തോന്നിപ്പോകുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഈ ഒരു വചന ശുശ്രൂഷയിലൂടെ, പ്രഭാത വിരുന്നിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേട്ടിട്ട് അതിൽ കൊള്ളാവുന്ന രണ്ടെണ്ണം സഹായിച്ചു തരാൻ നിൽക്കുന്ന ആളല്ല. തരുവായിരിക്കാം, അതെല്ലാം ആയിക്കോട്ടെ, എങ്കിലിപ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ കർത്താവിനെ കാണരുത്. ചില അപേക്ഷ കത്തുകൾ കാണുമ്പോഴേക്കും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അപേക്ഷ കത്ത് കൈ കിട്ടിയപ്പോഴേക്കും അത് മൊത്തം A to Z അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കിയപ്പോഴേക്കും ഒരു A4 ഷീറ്റ് പേപ്പറിൽ എഴുതിയേക്കുന്നതാണ്. അതിൽ വെറുതെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വേണം, ഇത് വേണം, വഴി കൂടി പോണത് അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം വേണം, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. അപ്പോഴേക്കും അതൊരു ഭംഗിയുള്ള അപേക്ഷയായിട്ട് തോന്നിയില്ല. കാരണം അത് ആവശ്യങ്ങൾ മാത്രം ഉള്ള കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നിങ്ങൾ ചോദിച്ചിട്ട് പോകുന്നു. അത് നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം തരാനിരിക്കുന്ന ആളല്ല ദൈവം, അല്ലേ? തരുമായിരിക്കും, പക്ഷെ അത് മാത്രമല്ല ദൈവം. അപ്പം അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഒരു അത്ഭുത പ്രവർത്തകൻ മാത്രമല്ല, അവൻ അത്ഭുതങ്ങൾ ചെയ്യുമായിരിക്കാം,
രോഗശാന്തി തരുമായിരിക്കാം, നിങ്ങൾ ചില ആവശ്യങ്ങൾ സാധിച്ചു തരുമായിരിക്കാം. പക്ഷെ അത് മാത്രമല്ല കർത്താവിൻ്റെ തൊഴിൽ. ദൈവത്തിൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ അത് വളരെ വൈഡായിട്ട്, കർത്താവ് വിശാലമായിട്ട് കർത്താവ് പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെ ഒന്ന് പരതിയപ്പോഴേക്കും എങ്ങനെ കർത്താവിൻ്റെ ആ ഒരു ദൗത്യത്തെ എങ്ങനെ നമുക്ക് വിവരിക്കാം എന്നൊന്ന് പരതിയപ്പോഴേക്കും, ഒന്ന് തിരക്കിയപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് വരുന്നതും അതുവഴി ഞാനൊന്ന് സെർച്ച് എന്ന് വെച്ചാൽ അന്വേഷിച്ച കുറച്ച് വരികൾ, ഒരു പാട്ടിൻ്റെ സുന്ദരമായിട്ടുള്ള 4 വരികൾ നിങ്ങളുടെ അടുത്ത് പറയാം. അവിടെയുണ്ട് ആരാണ് കർത്താവ്, ഹൂ ഈസ് ഗോഡ് ഫോർ മീ, ഹൂ ഈസ് ഗോഡ് എന്ന് ചോദിച്ചാൽ ആ 4 വരി പാട്ടിൽ വളരെ കാര്യമായിട്ട് പറയുന്നത് ആരായിരിക്കണം എൻ്റെ ദൈവം, അല്ലെങ്കിൽ ദൈവം എനിക്കാരാണ് എന്ന് പറയാൻ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം അവിടെ ഇരിക്കുന്നവനല്ല കർത്താവ്. വിശുദ്ധന്മാർ ശരിയാണ്, അസാധുകാരെയുള്ള മധ്യസ്ഥൻ, അത്ഭുത പ്രവർത്തകരൊക്കെ എന്ന വിശുദ്ധന്മാരെ പറയാറുണ്ട്. പക്ഷേ അതുമാത്രമല്ല ദൈവം തമ്പുരാൻ എന്നുകൂടി നിങ്ങൾ ഓർക്കണം. ആ ഒരു പാട്ടിൻ്റെ 4 വരികൾ ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. വളരെ സുപരിചിതമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വരികളാണ്. പാടി പാടിയ നാവിൽ തഴമ്പ് വന്നിട്ടുള്ള പാട്ടാണ്. അതായത് പാട്ടിങ്ങനെയാണ്: എന്നെ കൈ പിടിച്ച് നടത്തുന്ന സ്നേഹം. വരികൾ വളരെ ശക്തമായിട്ടുള്ള വരികളാണ്. എന്നെ കൈ പിടിച്ച് നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ട് പാടും, മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം. ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണ് എൻ്റെ ദൈവം. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ സുപരിചിതമാണ് ഈ ഗാനം നമുക്ക്. പക്ഷേ നിങ്ങളിൽ ആ വരികൾ വളരെ കൃത്യമായിട്ട് നിർത്തി ഒന്ന് വായിച്ചേ. എന്നിട്ട് ഏറ്റവും അവസാനം പറയുന്നുണ്ട് ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എൻ്റെ എന്നില്ല, ഞാൻ ചേർത്താണ് അവിടെ എൻ്റെ. ആ ദിവ്യ സ്നേഹമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് നിങ്ങൾ ആ വരികൾ വളരെ ശക്തമാണ്. ഈ വരികളെല്ലാം വായിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്. എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം. 3-ാമത്തെ വരികളിൽ എന്നെ തോളിലേറ്റി താരാട്ട് പാടി. 4-ാമത്തെ വരി ചാഞ്ചക്കമാട്ടി എന്നെ കൂടെ നിർത്തി ശക്തിപ്പെടുത്തുന്ന ദൈവം. ചുരുക്കി പറഞ്ഞാൽ ഈ 4 വരിയുടെയും കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് എ മദർ. ദൈവം എന്ന് പറഞ്ഞാൽ അമ്മ കൂടിയാണ്, അല്ലേ? അമ്മ വളരെ ശക്തമായിട്ട് എന്നെ കൈപിടിച്ച് നടത്തുന്നവൻ, എന്നെ കൈകളിൽ താങ്ങിടുന്നവൻ, എന്നെ തോളിലേറ്റുന്നവൻ, എന്നെ ചാഞ്ചക്കമാട്ടി ഉറക്കുന്നവൻ. അല്ല, എന്ത് രസമാണ് വരികൾ, എന്ത് പവർഫുൾ, എന്ത് ശക്തിയാണ് വരികൾ. അപ്പോൾ ഗോഡ്, ദൈവമെന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനേക്കാൾ ഉപരി എന്നെ കൈപിടിച്ച് നടത്തുന്നവനാണ് എൻ്റെ ദൈവം. കൈകളിൽ താങ്ങിടുന്നവനാണ് എൻ്റെ ദൈവം. തോളിലേറ്റി ചാഞ്ചക്കമാട്ടി എന്നെ ആശ്വസിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. ആ ദിവ്യ സ്നേഹമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. കർത്താവ് തമ്പുരാൻ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരു പള്ളിയിലും കയറി ചെല്ലരുത്. ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ ഒരു വിശുദ്ധൻ്റെ സന്നിധിയിലേക്കോ മധ്യസ്ഥ യാചിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾ വലിയൊരു അത്ഭുതം മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോയാൽ നിങ്ങൾ സ്വാർത്ഥരാണ്. അങ്ങനെ ആകാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥനകൾ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചോദ്യം മാത്രമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ ശുശ്രൂഷിക്കുന്നുവോ അതേ ശുശ്രൂഷയാണ് കർത്താവിൻ്റേതുള്ളത്. കൈ പിടിച്ച് നടത്തുന്നവനാണ്, കൂടെ കയ്യിൽ താങ്ങിടുന്നവനാണ്, തോളിലേറ്റുന്നവനാണ്, എന്നെ ചാഞ്ചക്കമാട്ടി എന്നെ പരിപാലിക്കുന്നവനാണ് എൻ്റെ ദൈവം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അമ്മയോളം സംരക്ഷണം കിട്ടുന്ന വേറെ ഒരു ജന്മമില്ല. അത് മൃഗങ്ങളായിക്കോട്ടെ, മറ്റേത് ജീവികളായിക്കോട്ടെ, മനുഷ്യജീവികളായിക്കോട്ടെ, അമ്മയോളം സംരക്ഷണം കിട്ടപ്പെടുന്ന, അമ്മയോളം ആശ്വസിപ്പിക്കപ്പെടുന്ന,
അമ്മയോളം ബലം നൽകപ്പെടുന്ന, ആര് കാല് മാറിയാലും ആര് ചതിച്ചാലും കൂടെ എപ്പോഴും ഏത് സമയത്തും നിൽക്കാൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു കഥാപാത്രം അമ്മയാണ്. വേറെ ആരെയും നിഷേധിക്കുന്നതല്ല. എങ്കിൽ ഇപ്പോൾ ഈ അമ്മയാണ് നമ്മുടെ ദൈവം. ആ ഒരു വിശ്വാസത്തിലേക്കും ആ ഒരു ചിന്തയിലേക്കും ആ ഒരു ജീവിതചര്യയിലേക്കും വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ പറ്റും. കാരണം ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ, ഇമ്മാനുവൽ. വളരെ വ്യക്തമല്ല, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു വചനം ധ്യാനിച്ചുകൊണ്ട്, ദൈവമേ എന്താണ് ഞങ്ങളിൽ ഈ തരത്തിലുള്ളൊരു വിശ്വാസം കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി, അല്ലേ? ഈ തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് വന്നാൽ നമ്മൾ പേടിക്കേണ്ട. നമ്മൾ ഒരു തീർത്ഥാടന കേന്ദ്രം കയറി ഇറങ്ങി സാധിച്ച് അടുത്തതിൽ പോകേണ്ട ആവശ്യമില്ല. തീർത്ഥാടന കേന്ദ്രത്തിൽ പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരാളെടുത്ത് സാധിച്ച് അടുത്ത ആളിലേക്ക് പോകുന്നു, അവിടെ അടുത്ത ആളിലേക്ക് പോകുന്നു, അവിടെ അടുത്ത ആളിലേക്ക് പോകുന്നു. നിങ്ങൾ കർത്താവ് ഈ അമ്മയെപ്പോലെ, ഇപ്പം നമ്മൾ പാടിയതുപോലെ എന്നെ കൈപിടിച്ച് നടത്തണമേ ദൈവമേ, എന്നെ കൈകൾ താങ്ങിയിടണമേ ദൈവമേ, അങ്ങൻ്റെ തോളിലേറ്റണമേ, അല്ലേ? അത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കർത്താവേ ഈ ഒരു വചനത്തിൽ ജീവിക്കാനുള്ള വലിയൊരു കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒരുങ്ങി ഈശോ അതിന് നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ എന്നെ കൈപിടിച്ച് നടത്തുന്നവനാണ് എന്നുറച്ച ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ. സർവശക്തനായ ദൈവം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസപിതാവിൻ്റെയും ഒക്കെ ശക്തമായ മാധ്യസ്ഥം സ്വർഗത്തിലെ എല്ലാ വാസികളോടും മാലാഖമാർ എല്ലാ വിശുദ്ധന്മാരോടും മാധ്യസ്ഥം അപേക്ഷിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാവരും നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. നമ്മുടെ പേരുള്ള വിശുദ്ധൻ, വിശുദ്ധ, നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ പുണ്യവാളൻ അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ, ഇവരെല്ലാവരും മാധ്യസ്ഥ ശക്തി നമ്മുടെ മേലുണ്ടാകട്ടെ. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തുന്നവനാണെന്നോ വിറച്ച ബോധ്യത്തിലൂടെ ജീവിക്കാൻ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. ആമേൻ. സ്നേഹം, നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം, അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ദൈവസ്നേഹം, നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം, അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം.
കുളിർത്തെന്നലായി എന്നും വീശിടും സ്നേഹം, എപ്പോഴും എൻ്റെ കൂടെ വസിക്കും എമ്മാനുവേലാം ദൈവം. എന്നകതാരിൽ കുളിർത്തെന്നലായി എന്നും വീശിടും സ്നേഹം, എപ്പോഴും എൻ്റെ കൂടെ വസിക്കും എമ്മാനുവേലാം ദൈവം. മാറിടാത്ത സ്നേഹം, മാറോടണച്ചിടും സ്നേഹം, മാറിടാത്ത സ്നേഹം, മാറോടണച്ചിടും സ്നേഹം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. അമ്മയെപ്പോലെന്നും വാത്സല്യമേകിടും സ്നേഹപിതാവാം ദൈവം. സ്നേഹമമാഴിയിൽ എന്നെ കുളിപ്പിക്കും കാരുണ്യവാനാം ദൈവം. അമ്മയെപ്പോലെന്നും വാത്സല്യമേകിടും സ്നേഹപിതാവാം ദൈവം. സ്നേഹമമാഴിയിൽ എന്നെ കുളിപ്പിക്കും കാരുണ്യവാനാം ദൈവം. സ്നേഹമാനൻ ദൈവം, സ്നേഹിതനാകും ദൈവം. സ്നേഹമാനൻ ദൈവം, സ്നേഹിതനാകും ദൈവം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മളിന്ന് ഈ പ്രഭാത വിരുന്നിലൂടെ വചനം കേൾക്കുന്ന ഈ പ്രഭാതത്തിൽ തുടർന്നുള്ള നമ്മുടെ ബാക്കിയുള്ള ദിനചര്യകളിലേക്ക് പോകുമ്പോഴേക്ക് ഈ ആശീർവാദം നിങ്ങളെ ശക്തിപ്പെടുത്തരുത്. കർത്താവിൻ്റെ ഒരു പിതാവിന് പുത്രന് പരിശുദ്ധാവിൻ്റെ ആശീർവാദം നിങ്ങൾ ബലപ്പെടുത്തും. അതൊരു വിശ്വാസമാണ്, അതൊരു ശക്തിയാണ്. അങ്ങനെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ കാർഡിനാൾമാർ, എല്ലാ ബിഷപ്പന്മാർ, എല്ലാ വൈദികർ, സന്യാസികൾ, എല്ലാ അൽമായ കൂട്ടായ്മയോടും കൂടി ചേർന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് മരിയൻ കൂടാരത്തിൽ നമുക്കൊണ്ട് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അനേകം വിശ്വാസികളുണ്ട്. നമ്മൾ ഇന്ന് ജപമാല അർപ്പിക്കുമ്പോൾ പരസ്പരം നമുക്ക് വേണ്ടി കൂടി മാത്രമല്ല, എല്ലാവരുടെയും ക്ഷേമത്തിനും നന്മയ്ക്കും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് ബലപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ ഈശോ നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.